ഈ സ്കൂളിൽ പ്രേമിക്കുന്നത് കൊലക്കുറ്റത്തിന് തുല്യമാണ്. വിദ്യാർത്ഥികൾ പ്രണയത്തിലാകുന്നത് തടയാൻ പ്രിൻസിപ്പൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുകയും സംസാരിക്കുന്നത് വിലക്കുകയും ചെയ്തു. ആൺകുട്ടികൾക്ക് ഊർജം കൂടിയാൽ പ്രണയിക്കുമെന്ന് കരുതി അവർക്ക് ഭക്ഷണവും വെള്ളവും പോലും അവർ നിഷേധിച്ചു. സൂപ്രണ്ടിന്റെ എതിർപ്പ് അവഗണിച്ചും പ്രിൻസിപ്പൽ കർക്കശമായി തുടർന്നു. അപ്പോഴാണ് സ്കൂളിലെത്തിയ പുതിയ പെൺകുട്ടി രഹസ്യമായി ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കി എല്ലാവരെയും ബന്ധിപ്പിച്ചത്. ഒരു ആൺകുട്ടിക്ക് പാൽ നൽകുന്നത് കണ്ട പ്രിൻസിപ്പൽ പ്രകോപിതയായി സോഷ്യൽ ആക്ടിവിറ്റികൾ നിരോധിച്ചു. എന്നാൽ പെൺകുട്ടി അജ്ഞാതമായി സംസാരിക്കാവുന്ന പുതിയ ഗ്രൂപ്പുണ്ടാക്കി പ്രിൻസിപ്പലിനെ അതിൽ ചേരാൻ പ്രേരിപ്പിച്ചു. പ്രണയിതാക്കളെ പിടികൂടാമെന്ന് കരുതിയ പ്രിൻസിപ്പൽ അവിടെ ഒരാളുമായി സൗഹൃദത്തിലായി. മുൻപ് സുഹൃത്ത് പ്രണയം തകർന്ന് ആത്മഹത്യ ചെയ്തതായിരുന്നു പ്രിൻസിപ്പലിന്റെ കടുത്ത നിലപാടിന് കാരണം. ഗ്രൂപ്പിലെ വിവരമനുസരിച്ച് മ്യൂസിക് റൂമിലെത്തിയ അവർ ഒരാൺകുട്ടിയെ അബദ്ധത്തിൽ പരിക്കേൽപ്പിച്ചു. പരാതി ഉയർന്നതോടെ പ്രിൻസിപ്പൽ പുറത്താക്കപ്പെട്ടു. തന്റെ അവസാന പ്രസംഗത്തിലും പ്രണയത്തിനെതിരെ അവർ സംസാരിച്ചെങ്കിലും പെൺകുട്ടി ഗ്രൂപ്പിലെ അജ്ഞാതമോട് നീക്കം ചെയ്തതോടെ എല്ലാവരും പ്രണയിതാക്കളെ തിരിച്ചറിഞ്ഞു. ഇതിനിടെ പ്രിൻസിപ്പലിന് താൻ വിശ്വസിച്ച ടീച്ചറുടെ പ്രണയ സന്ദേശം ലഭിച്ചു. ആ സ്നേഹം തിരിച്ചറിഞ്ഞ അവർ തന്റെ തെറ്റ് മനസ്സിലാക്കി.